അങ്ങനെ iOS 26.2 ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് 1.15 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. കഴിഞ്ഞ ബീറ്റ 2-നെക്കാട്ടും കുറച്ചും കൂടെ അപ്ഡേറ്റ് സൈറ്റ്സ് കൂടുതലാണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ WatchOS, macOS, tvOS, visionOS, HomePodOS എന്നിങ്ങനെ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ പറ്റി ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ്, ലീക്സ്, റൂമേഴ്സ്, ടിപ്സ്, ട്രിക്സ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് യു എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടർന്ന് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബെൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സ്, അവിടെ നിന്ന് ജനറൽ ഓപ്ഷൻ എബൌട്ട് സെക്ഷനിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും iOS 26.2 23C5044B എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ B എന്ന ആൽഫബറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഒന്നോ രണ്ടോ അപ്ഡേറ്റ്സ് മാത്രമായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷന് മുമ്പ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ബീറ്റ എന്ന് പറയുന്നത്. എന്നാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും പറയുന്നുണ്ട്. സോ ഫുൾ വീഡിയോ എന്തായാലും കാണുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ സഹായിക്കും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ചേഞ്ച് വരുന്നത് എയർഡ്രോപ്പിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് ഓപ്ഷനിൽ ജനറൽ എയർഡ്രോപ്സ് ഓപ്ഷൻ എടുക്കുമ്പോൾ താഴത്തെ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാനേജ് നോൺ എയർഡ്രോപ്പ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു നോൺ കോണ്ടാക്റ്റിലേക്ക് 30 ദിവസത്തേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു സിംഗിൾ OTP അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിൻ്റെ ഒരു കോഡ് വരും. സിംഗിൾ ഡിജിറ്റ് അല്ല, ഒരു 6 ഡിജിറ്റിൻ്റെ ഒരു കോഡ് വരും. ആ ഒരു കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ എപ്പോൾ ഷെയർ ഷീറ്റ് എടുത്താലും ആ ഒരു ഷെയർ ഷീറ്റിൽ ഫയൽ ട്രാൻസ്ഫറിങ്ങിൽ ആ ഒരു നോൺ കോണ്ടാക്റ്റിനും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വരുന്ന ചേഞ്ച് WW25 ആപ്പിൾ പ്രോമിസ് ചെയ്ത സെയിം ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ സെയിം ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു ആനിമേഷൻ ഈ ഒരു ബീറ്റ 3 ആപ്പിൾ കുറച്ചും കൂടെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്രമാത്രം നല്ല ഫ്ലൂയിഡിറ്റി ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അക്രോസ് എല്ലാ UIയിലും ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ നേരെ ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക്കിൽ ഒരു പ്ലേലിസ്റ്റ് എടുക്കുകയാണ്. പ്ലേലിസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഫ്ലൂയിഡിറ്റി എത്ര സ്മൂത്തായിട്ടാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു സ്മൂത്ത്നെസ് iPhone 11 എന്ന് നിങ്ങൾ ഓർക്കണം. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫോണിൽ iOS 26 ഈ ഒരു ഫ്ലൂയിഡിറ്റി ഇത്രയും ഫ്ലോ ആയിട്ടും അതോടൊപ്പം ഇത്രയും സ്മൂത്തായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഓരോ ആനിമേഷനും ടോപ്പ് നോച്ചായിട്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിലും കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വരുന്ന ചേഞ്ച് മെഷർ ആപ്പിൽ വന്ന ചെറിയൊരു റിഫൈൻമെൻ്റ് ആണ്. കഴിഞ്ഞ അപ്ഡേറ്റിൽ നമുക്കറിയാവുന്ന പോലെ ഈ ഒരു ഓപ്ഷൻ ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് മാറിയത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ അപ്ഡേറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് റീഡബിലിറ്റി നേരത്തെ നമുക്കുണ്ടായിരുന്നില്ല. ഈ ഒരു അപ്ഡേറ്റിൽ അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ റീഡബിലിറ്റി ഈ ഒരു ലെവലിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ലെവൽ ഓപ്ഷനിൽ നമുക്ക് കുറച്ചും കൂടെ റീഡബിലിറ്റി ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ബീറ്റയിൽ കുറേയധികം പ്രശ്നങ്ങൾ വായിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ആപ്പിൾ യൂസേഴ്സിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹിസ്റ്ററി ആവാൻ പോകുന്ന ചേഞ്ചാണ്. ഈ യൂസേഴ്സിന് ആപ്പിളിൻ്റെ ടാപ്പ് ആൻഡ് ഹോൾഡിൽ ഈ ഒരു സൈഡ് ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡിൽ നമുക്ക് ആര് വരും, സിറി വരും. ഈ ഒരു ഓപ്ഷൻ മാറ്റാനുള്ള ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് ഈ യൂസേഴ്സിന് ആപ്പിൾ കൊണ്ടുവരുന്നതെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. യെസ്, സിറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ഏതെങ്കിലും ChatGPT എന്നിങ്ങനെ സ്പെസിഫൈ ആയുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള അസിസ്റ്റൻറ്റിനെ, സ്മാർട്ട് അസിസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ യൂസേഴ്സിന് ആപ്പിൾ ഒരു പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ടെന്നാണ് iOS 26.2 നമുക്കിട്ട് റിപ്പോർട്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക്, അതായത് യൂസേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷനും ഫങ്ഷണാലിറ്റീസും വരാൻ പോകുന്നത്. ബാക്കി ഒരാൾക്കാർക്കും അല്ലെങ്കിൽ ബാക്കി ഒരു യൂസേഴ്സിനും ഈ പറഞ്ഞ തേർഡ് പാർട്ടി അസിസ്റ്റൻറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗ് ഫിക്സും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ബഗ്ഗാണ് ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു കഴിഞ്ഞൊരു ബീറ്റയിൽ ഒരു ഡിസ്പ്ലേയിൽ ലൈൻ വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു ഡിവൈസിൽ വന്ന ഡിസ്പ്ലേ ലൈൻ ഒരു ബഗ്ഗോ കാര്യങ്ങളൊന്നുമല്ല, പ്യുവറായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. LCD ഡിസ്പ്ലേയിൽ വരില്ല എന്ന് നമുക്ക് കമൻറ്റ് വന്നു. സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടാണ് ഈ പ്രശ്നമെന്ന് കമൻറ്റ് വന്നു. ഞാനിത് വെയിറ്റ് ചെയ്ത് ബീറ്റ 2 നിന്ന് ബീറ്റ 3 പോകുമ്പോൾ
ഈ ഒരു ബഗ്ഗാണെങ്കിൽ മാറുമെന്ന് അറിയുന്നു. അത് മാറിയിട്ടില്ല. ഇനി ഇവിടെ പൊട്ടിയിട്ട് ചെറുതായിട്ട് സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻ ഗാർഡും ഞാൻ ഇന്ന് പോയി ചേഞ്ച് ചെയ്യും. നമുക്കറിയാലോ ഇത് സ്ക്രീൻ ഗാർഡാണോ അല്ലെങ്കിൽ ബഗ്ഗാണോ പ്യുവറായിട്ട് വന്ന ഡിസ്പ്ലേ ഇഷ്യൂ ആണോ എന്ന്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇത് ഡിസ്പ്ലേ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് ബീറ്റ നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത്. പ്രൈമറി ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതേപോലത്തെ ഡിസ്പ്ലേ ഇഷ്യൂ, ബഗ്ഗി ആയിരിക്കും, തെർമൽ ആക്ടിവിറ്റി കൂടും, നിങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ആവും, എന്നിങ്ങനെ കുറേയധികം കുഴപ്പങ്ങൾ നിങ്ങളുടെ ഫോണിൽ വരും. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഈ ഓരോ കുഴപ്പങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. വേറെ ഒരു കാര്യത്തിനും ആപ്പിൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം ഓൾറെഡി ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ വായിക്കാറ് പോലില്ല. അതിൽ കറക്റ്റായിട്ട് ആപ്പിൾ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ഒരു ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രൈമറി ഫോണിൽ ഒരു കാരണവശാലും ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. RC അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെയും അവസാനത്തെ കാര്യമാണ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരിക്കലും പ്രൈമറി ഫോണിൽ ഈ പറഞ്ഞ ബീറ്റാസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. അടുത്ത് വന്ന ഒരു മേജർ ബഗ്ഗാണ് ഹോം സ്ക്രീനിൽ വാൾപേപ്പർ ഇടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി പോകുന്ന ഒരു ബഗ് എനിക്ക് ഇപ്പോഴും ഈ ഒരു ബീറ്റയിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ 1ലും ബീറ്റ 2ലും ബീറ്റ 3ലും ആ ഒരു സെയിം ബഗ് എനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വാൾപേപ്പർ ഇട്ടു. ഈ ഒരു വാൾപേപ്പർ ഇട്ടാൽ ജസ്റ്റ് സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ എൻ്റെ ഹോം സ്ക്രീൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആവും. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്താലാണ് എൻ്റെ ഡിവൈസിലെ വാൾപേപ്പറും ഹോം സ്ക്രീനും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ബഗ് ഇപ്പോഴും ഈ ഒരു ബീറ്റയിൽ എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ബഗ്സ് നിങ്ങൾക്കും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് എന്നാണ് iOSൻ്റെ പുതിയ ബീറ്റാസും അതോടൊപ്പം അപ്ഡേഷനും വരാൻ പോകുന്നതെന്നാണ്. iOS 26.1.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ മേ ബി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു മേ ബി മാത്രമാണ്. നമുക്കൊരു യാതൊരു കൺഫർമേഷനും ആ ഒരു അപ്ഡേഷൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അതോടൊപ്പം iOS 26.2 എന്നായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ മേ ബി ഒരു ബീറ്റ 4ഉം ഡിസംബർ 1st വീക്കിൽ ഒരു RCയുമാണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡിസംബർ 2nd വീക്ക് ഒരു 8th or 9th നമുക്ക് ഒഫീഷ്യൽ iOS 26.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് iOS 26.3ൻ്റെ ഒരു ഫസ്റ്റ് ബീറ്റ ലഭിച്ചതിന് ശേഷം അപ്ഡേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആകും. കാരണം ക്രിസ്മസും അതോടൊപ്പം ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഹോളിഡേയ്സ് എന്തായാലും അപ്ഡേറ്റ് ലഭിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് പുതിയ ബീറ്റ കിട്ടണമെങ്കിൽ ജാനുവരി 2nd വീക്ക് ആവണം. എന്നാൽ മാത്രമായിരിക്കും പുതിയ iOS 26.3ൻ്റെ ബീറ്റ 2 അല്ലെങ്കിൽ ബീറ്റ 1 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. ഇത് പ്രഡിക്ഷൻസ് മാത്രമാണ്. ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും iOS 26.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്തായാലും ഡിസംബറിൽ നമുക്ക് ലഭിക്കും. ആ ഒരു കാര്യം ഫോർ ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ അപ്ഡേറ്റിൻ്റെ ബാറ്ററി അതോടൊപ്പം തെർമൽ ആക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈമറി ഫോണിൽ ഒരിക്കലും ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യരുത്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മൂത്താണ്. നല്ല രീതിക്കുള്ള ആ ഒരു ഫ്ലോ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു iPhone 11 എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഫോണിൽ പോലും iOS 26 ഇത്രമാത്രം സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ കൊണ്ട് തന്നെയാണ്. ഗെയിം കളിക്കുമ്പോഴും ഗെയിം ലോഡ് ചെയ്യുമ്പോഴും കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിവൈസിൻ്റെ പ്രോസസ്സറും ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചധികം പഴകിയതാണ് അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെന്നതാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിരിക്കും. ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, പക്ഷേ സ്ലോ ആയിരിക്കും. ഇനി തെർമൽ ആക്ടിവിറ്റി കാര്യമാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ ഡിവൈസ് ഒരു കംപ്ലീറ്റ് കൂൾ ഡൗൺ സ്റ്റേജിലാണ് നിന്നത്. യാതൊരു എക്സ്ട്രീം ചൂടോ അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് തെർമൽ ആക്ടിവിറ്റിയോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ഡിവൈസിൽ ബാറ്ററി ഇപ്പോൾ സർവീസിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 53 മിനിറ്റ് മുമ്പാണ് ഞാൻ 95% ഇപ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ കറണ്ട് ബാറ്ററി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 87% ആണ്. ഒരു ഡീസൻ്റായ ബാറ്ററി സ്റ്റാറ്റസ് അല്ലേ. ഒരു 1 hourൽ അല്ലെങ്കിൽ 53 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 hour കൂട്ടാം. 1 hourൽ 95 നിന്ന് 87ലേക്ക് പോയി. കാരണം ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 73 ആണ്. ഈ ഒരു 73ൻ്റെ ബാറ്ററി ഹെൽത്തിൽ അത്രമാത്രം പെർഫോമൻസ് 1 hourൽ ഇത്രമാത്രം ഡ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഓക്കെ ആയിട്ടുള്ള ബാറ്ററി സ്റ്റാറ്റസ് ആണ്. നിങ്ങൾക്കും ഈ പറഞ്ഞ അപ്ഡേഷന് ശേഷം ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ
തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.2ൻ്റെ ബീറ്റ 3ൽ വന്നിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതോടൊപ്പം ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ടിപ്സും ട്രിക്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്പിളിനെ പറ്റി തന്നെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് പുതിയ പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സ് റീലായിട്ടും സ്റ്റോറീസ് ആയിട്ടും മനസ്സിലാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yabin Sevia signing from Evika.